Hi guys, welcome back to Debug Media. അപ്പോൾ ഇന്നലെ നമ്മളൊരു ആനിമേറ്റഡ് ലോഗിൻ ഫോം Node.js ആയിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. പക്ഷേ ഇന്ന് നമ്മൾ ഇനി പോസ്റ്റ്മാനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. പോസ്റ്റ്മാൻ ഒരു ലാംഗ്വേജ് ഫ്രെയിം വർക്ക് ഒന്നുമല്ല, അത് ജസ്റ്റ് ഒരു ടൂളാണ് API ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബാക്ക് എൻഡ് ഡെവലപ്പർ API ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ API വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയണ്ടേ? അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ ഫ്രണ്ട് എൻഡിൽ വന്നിട്ട് ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ആ ഒരു സംഭവം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ പോസ്റ്റ്മാൻ ഉള്ളത്. അപ്പോൾ ഈ പോസ്റ്റ്മാനിൽ നമ്മൾ API സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റ്, പുട്ട്, ഡിലീറ്റ്, ഗെറ്റ് എല്ലാ HTTP മെത്തേഡും നമുക്കതിൽ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ കടക്കടി മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നത് വെച്ചാൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ട സൈഡിൽ തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും. അതും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡെയിലി പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പൊക്കെ നോട്ടിഫിക്കേഷനിൽ പാനൽ വരും. അപ്പോൾ നമുക്ക് ഒരു വീഡിയോസ് മിസ്സാവില്ല. കാരണം നമ്മൾ ഈ Node.js എക്സ്പ്രസ് സീരീസിൻ്റെ ലാസ്റ്റ് ഒരു വെബ് ആപ്ലിക്കേഷനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് ജോബ് കിട്ടാൻ വേണ്ടി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളിത് സ്റ്റാർട്ടിങ് മുതൽ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾക്കിപ്പോൾ വെബ് ഡെവലപ്പിനെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. എൻ്റെ ചാനലിൽ പോയതിനു ശേഷം വീഡിയോസ് എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്തിട്ട് ആറ്റം താഴെ സ്ക്രോൾ ചെയ്തിട്ട് ഫസ്റ്റത്തെ വീഡിയോ വെബ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ വീഡിയോ ഉണ്ട്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു നോളജ് കിട്ടും വെബ് ഡെവലപ്മെന്റ് ഫീൽഡിൽ. പക്ഷേ നിങ്ങൾക്ക് Node.js പഠിക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ ജാവാസ്ക്രിപ്റ്റ് അറിയില്ലെങ്കിൽ ആദ്യം എൻ്റെ ചാനലിൽ പോയിട്ട് ജാവാസ്ക്രിപ്റ്റ് കാണുക. അതിൻ്റെ അഡ്വാൻസും ഉണ്ട്, ബേസിക്സും ഉണ്ട്. അത് രണ്ടും കണ്ടിന്യൂഷൻ വേണം Node.js വരാൻ. കാരണം ഈ എക്സ്പ്രസ്.js എന്ന് പറഞ്ഞാൽ Node.jsന്റെ കണ്ടിന്യൂഷൻ ആണ്. പക്ഷേ ഈ Node.jsലും എക്സ്പ്രസ്.jsലും നമ്മൾ യൂസ് ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റ് ആണ്. അപ്പോൾ അത് നന്നായി അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത പ്രോപ്പർട്ടീസ് ഒന്നും ഇതിലധികം എക്സ്പ്ലെയിൻ ചെയ്യില്ല, കാരണം അതിൽ ഞാൻ ഡെപ്ത് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ പോസ്റ്റ്മാനിലേക്ക് കടക്കാം. അപ്പോൾ ഇത് postman.com എന്ന് പറഞ്ഞ സൈറ്റിൽ വന്നാലാണ് നിങ്ങൾക്ക് ഈ ടൂൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. പണ്ട് ഇത് ഒരു ക്രോം എക്സ്റ്റൻഷൻ ആയിരുന്നു, പക്ഷേ ഇതിപ്പോൾ ഒരു സ്റ്റാൻഡ് അലോൺ ആക്കിയെന്ന് തോന്നുന്നു കുറച്ച് നാളായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഈ സൈറ്റിൽ വന്നിട്ട് ഈ ടോപ്പ് റൈറ്റിൽ ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പിന്നെ ഈ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വിൻഡോസ് ഏതാണോ 32 ആണെങ്കിൽ 32 എടുക്കുക, 64 ആണെങ്കിൽ 64 എടുക്കുക. എൻ്റെ 64 ആണ്, അതുകൊണ്ട് ഞാനിവിടെ 64 ആണ് അമർത്തുന്നത്. അപ്പോൾ നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഫോം കിട്ടും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പോസ്റ്റ്മാനിൽ തന്നെ അക്കൗണ്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ വെച്ചിട്ട് സൈനപ്പ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഗൂഗിൾ വെച്ചിട്ടാണ് സൈനപ്പ് ചെയ്തത്. അപ്പോൾ അത് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു UI ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ക്രിയേറ്റ് റിക്വസ്റ്റ് ക്ലിക്ക് ചെയ്യും. ഇതിൽ നമുക്ക് URL പോസ്റ്റ് ചെയ്യാനുള്ള, അതായത് നമ്മളെ API കോൾ ചെയ്യാനുള്ള ഒരു ഇൻപുട്ട് ബോക്സ് കിട്ടും. പിന്നെ HTTP മെത്തേഡ്, ഗെറ്റ് ആണോ, പോസ്റ്റ് ആണോ, പുട്ടാണോ, അങ്ങനെ പല HTTP മെത്തേഡ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ അത് പിന്നെ സെൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് സെൻഡ് ബട്ടണും ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് പാരംസ്, ഹെഡേഴ്സ്, ബോഡി, ഞാൻ പറഞ്ഞില്ല നമ്മൾ request.body എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ആ ബോഡിയാണത്. പിന്നെ ഹെഡേഴ്സ് ഉണ്ട്. ഹെഡേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് കണ്ടന്റ് ടൈപ്പ് JSON, TXT, HTML, അങ്ങനത്തെ ഓരോ ഹെഡേഴ്സാണ് നമ്മൾ ഇതിനുള്ളിൽ കൊടുക്കുക. പിന്നെ ഓതറൈസേഷനിൽ നമ്മൾ ടോക്കൺ കൊടുക്കും. പിന്നെ പാരംസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു കോൺസെപ്റ്റ് ഉണ്ട്, ക്വയറി സ്ട്രിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഒരു നോർമൽ ഗെറ്റ് റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നമ്മളെ Node.js തുറന്നതിന് ശേഷം, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലോഗിന് വേണ്ടി ഉണ്ടാക്കിയ പോസ്റ്റ് റിക്വസ്റ്റ് ആണ്. അപ്പോൾ ഇത് ഇതിനുള്ളിലെല്ലാം ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് പോസ്റ്റ് മാറ്റിയിട്ട് ഗെറ്റ് ആക്കാം. ഇവിടെ നമുക്കിവിടെ ലോഗിൻ്റെ പകരം ജസ്റ്റ് ഇവിടെ യൂസർ എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഈ /user വിളിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഡാറ്റ കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇതും ക്ലിയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനുള്ളിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എക്സ്പ്രസ്.json ഉണ്ട്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൊടുത്താണ്. ആ JSON പാഴ്സ് ചെയ്യാൻ. പിന്നെ URL എൻകോഡഡ് എക്സ്റ്റൻഡ് ട്രൂ ഉണ്ട്, അത് ഫോമിലത്തെ ഡാറ്റ ഹാൻഡിൽ ചെയ്യാൻ. പിന്നെ നമ്മളെ സ്റ്റാറ്റിക് വ്യൂസ് HTML. അപ്പോൾ ഇതിൽ നമ്മൾ HTML യൂസ് ചെയ്യണില്ല, അപ്പോൾ നമുക്കിത് കളയാം. എന്നിട്ട് നമുക്ക് നമ്മളെ കോഡ് മാക്സിമം ക്ലീൻ ആയിട്ട് വെക്കാം. എന്നിട്ട് നമുക്കൊരു അറേ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമുക്കിവിടെ const user data is equal to an array of objects. ഇതിൽ നമുക്ക് ID കൊടുക്കാം, 1 കൊടുക്കാം. എന്നിട്ട് നമുക്ക് നെയിം ഇവിടെ ഡീബഗ് എന്ന് കൊടുക്കാം. ഇവിടെ കമ്പനി ഗൂഗിൾ എന്ന് കൊടുക്കാം. അതേപോലെ നമുക്ക് 3 കൂടി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ 2 കൊടുക്കും, 3 കൊടുക്കും. നമുക്ക് ഡീബഗിൻ്റെ ഇവിടെ മീഡിയ കൊടുക്കാം. ഇവിടെ നമുക്ക് സഞ്ജയ് എന്ന് കൊടുക്കാം. ഇവിടെ ഫേസ്ബുക്ക്, മൈക്രോസോഫ്റ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മളതിൽ ഒരു അറേ ഉണ്ട്, അതിൽ കുറച്ച് ഡാറ്റയുണ്ട്. എക്സാമ്പിൾ ഇത് നമ്മൾ ഡാറ്റാബേസിൽ നിന്ന് എടുക്കണമെന്ന് വിചാരിച്ചാൽ മതി. എന്നിട്ട് നമ്മളിവിടെ കോമ ഇടണം, അല്ലെങ്കിൽ നമുക്ക് എറർ കിട്ടും. ഇപ്പോൾ ഇവിടെ നമ്മൾ ഡാറ്റാബേസ് പഠിക്കാനായിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ സാധാ ഒബ്ജക്റ്റ് വെച്ചിട്ട് ചെയ്യുന്നത്, സാധാ ഒരു അറേ വെച്ച് ചെയ്യണത്. പക്ഷേ നമ്മൾ ഡാറ്റാബേസ് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ ഈ സെയിം കോൺസെപ്റ്റ് ആയിരിക്കും. ഇവിടെ നമ്മൾ ഈ ഹാർഡ് കോഡ് ചെയ്യണതിൻ്റെ പകരം ഡാറ്റാബേസിനായിരിക്കും ആ ഡാറ്റ മൊത്തം വരാം. എന്നിട്ട് നമ്മൾ ഈ യൂസർ ഡാറ്റ എടുത്തിട്ട് റെസ്പോൺസ് ഗെറ്റ് വിളിക്കുമ്പോൾ, അതായത് /user എന്നുള്ള API റൗട്ട് വിളിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ റെസ്പോൺസ് ആയിട്ട് കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ response.json ആയിട്ട് നമ്മൾ യൂസർ ഡാറ്റ പാസ് ചെയ്യും. ഇത് സേവ് ചെയ്തതിനു ശേഷം നമ്മൾ ഇനി പോസ്റ്റ്മാനിൽ വന്നിട്ട് ഇവിടെ നമ്മൾ ആദ്യം ഗെറ്റ് മെത്തേഡ് വിളിക്കാം. HTTP മെത്തേഡ് ഗെറ്റ് ആവണം. അതിനുശേഷം ഇതിനുള്ളിൽ നമ്മൾ ലോക്കൽ ഹോസ്റ്റ് വിളിക്കണം. അപ്പോൾ നമ്മൾ http://localhost, പിന്നെ നമ്മൾ പോർട്ട് നമ്പർ 3001/ നമ്മളെ APIയുടെ പേര്. ഈ കേസിൽ നമ്മളെ കേസിൽ നമുക്ക് യൂസർ എന്നാണ് നമ്മളെ പേര്. അപ്പോൾ ഈ ഒരു സെയിം കോൺസെപ്റ്റ് ആണ് നമ്മൾ ഫ്രണ്ട് എൻഡിൽ നിന്ന് വിളിക്കുമ്പോൾ. ഈ ലോക്കൽ ഹോസ്റ്റിന് പകരം നമ്മൾ എവിടെയാണിത് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഏത് ഡൊമൈനിലാണ് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്, ആ ഡൊമൈനിൻ്റെ പേരും പിന്നെ / ആ APIയുടെ റൗട്ടും
ഇങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട് എൻഡിലും വിളിക്കുക. ഫ്രണ്ട് എൻഡിൽ വിളിക്കുമ്പോൾ നമ്മൾ ഫെച്ച് റിക്വസ്റ്റ് അല്ലെങ്കിൽ റിയാക്റ്റിലാണെങ്കിൽ ആക്സിയോസ് ഉപയോഗിക്കും, jQueryലാണെങ്കിൽ AJAX യൂസ് ചെയ്യും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഫ്യൂച്ചറിൽ കവർ ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് ഇത് ചെയ്തതിനു ശേഷം നിങ്ങൾ സെൻഡ് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മൾ റെസ്പോൺസിൽ കൊടുത്ത ഡാറ്റ മൊത്തം ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സെയിം സാധനമാണ് നമുക്ക് APIയിലും കിട്ടുക. അതായത് നമ്മൾ ഈ ഒരു സെയിം ഫോർമാറ്റിലാണ് നമുക്ക് ഫ്രണ്ട് എൻഡിലും കിട്ടാൻ പോകുന്നത്, ഈ JSON ഫോർമാറ്റിൽ. അത് നമ്മൾ എന്നിട്ട് പാർസ് ചെയ്തിട്ടായിരിക്കും ഒബ്ജക്റ്റ് ആക്കുന്നത്. അത് നമ്മൾ JSON ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് എങ്ങനെയാണ് സ്ട്രിങ്ങിഫൈയും പാർസും ചെയ്യാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പല വഴിയുണ്ട്. പ്രിറ്റി അമർത്തിയാൽ പ്രിറ്റി ആയിട്ട് കാണും, റോ അമർത്തിയാൽ റോ ആയിട്ട് കാണും, സാധാ JSON ഫോർമാറ്റിൽ കാണും. കാരണം JSON എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ സ്ട്രിങ് ആണ്. അപ്പോൾ അങ്ങനെ പല ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. വേറെ ഓപ്ഷൻസ് ഉണ്ട്. അതായത് JSON ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ XML ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, പണ്ട് നമ്മൾ JSONന്റെ ഒരു XML ആണ് യൂസ് ചെയ്തത്, HTML ടെക്സ്റ്റ് ഓട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഫോർമാറ്റിൽ ഏതാണ് നിങ്ങൾ സെൻഡ് ചെയ്യണത് അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ കേസിൽ JSON ആയതുകൊണ്ടാണ് നമ്മൾ JSON എടുത്ത്. അപ്പോൾ നമ്മൾ HTML സെൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് HTML തന്നെ HTML എടുത്ത് അത് കാണാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ XML സെൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ XML കാണാൻ പറ്റും. പക്ഷേ നമ്മുടെ കേസിൽ നമ്മൾ JSON ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സ്റ്റാറ്റസ് കോഡ് കാണാൻ പറ്റും 200 എന്ന് വെച്ചാൽ അത് സക്സസ് ആയി എന്നാണ്. അത് എത്ര ടൈം എടുക്കുന്നത് കാണിക്കുന്നുണ്ട്, എത്ര സൈസാണ് ഈ ഡാറ്റ എന്ന് കാണിക്കുന്നുണ്ട്. അത് 3 ഇവിടെ കാണുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ വേറെ റൗട്ടിലേക്ക് പോകണം. അതായത് നമ്മളിവിടെ പ്രൊഫൈൽ എന്ന് പറഞ്ഞ റൗട്ടിലേക്ക് പോകണം. അതായത് നമ്മൾ /പ്രൊഫൈൽ. അപ്പോൾ പ്രൊഫൈലിൽ നിന്ന് പോകുമ്പോൾ നമുക്കിവിടെ ഡാറ്റ ഇല്ല. അപ്പോൾ ആ കേസിൽ നമ്മൾ ഒരു എറർ മെസ്സേജ് കാണിക്കണം. അപ്പോൾ നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 404 നോട്ട് ഫൗണ്ട് എന്ന് കാണും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു HTML ആണ് കിട്ടുന്നത്. കാരണം ഇത് സാധാ ഡിഫോൾട്ട് ആയിട്ടുള്ളൊരു എറർ മെസ്സേജ് ആണ്. പക്ഷേ നമുക്ക് യൂസർ ഇത് എടുക്കാൻ നോക്കുമ്പോൾ ഇങ്ങനത്തെ മെസ്സേജ് അല്ല നമുക്ക് കാണിക്കേണ്ടത്. നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു മെസ്സേജ് കാണിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർ പഠിച്ച പോലെ ഇവിടെ സ്റ്റാർ ഇടും. ഇതിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് ഇടാം. ഫോർ എക്സാമ്പിൾ നോ റൗട്ട് അവൈലബിൾ. അതിൻ്റെ അർത്ഥം അങ്ങനത്തെ ഒരു API ഇല്ല എന്നാണ്. ഇപ്പോൾ സേവ് ചെയ്തതിനു ശേഷം ബാക്കി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെൻഡ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോ റൗട്ട് അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് കാണാൻ പറ്റും. അപ്പോൾ ഇത് പ്രോപ്പർ രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്തു. അപ്പോൾ ഇതിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് പോസ്റ്റ്മാൻ ചെയ്യുന്നത്. അത് ജസ്റ്റ് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന APIനൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടൂളാണ്. അത് വർക്ക് ആവുന്നുണ്ടോ പ്രോപ്പർലി എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ടൂളാണ്. അപ്പോൾ ഇനിയാണ് നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ബോഡി പഠിച്ചില്ലേ, അപ്പോൾ ഈ ബോഡി നമുക്ക് ഒന്നുകൂടി ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇവിടെ ഫോം ഡാറ്റ ഉണ്ട്. അപ്പോൾ ഫോം ഡാറ്റ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുക ഇമേജും വീഡിയോ ഒക്കെ സെൻഡ് ചെയ്യുമ്പോഴാണ്. പിന്നെ നമുക്ക് ഫോം URL എൻകോഡഡ് ഉണ്ട്. അപ്പോൾ ആ സാധനമാണ് നമ്മളിവിടെ മേലെ നേരത്തെ യൂസ് ചെയ്ത URL എൻകോഡഡ്. ഞാൻ പറഞ്ഞല്ലോ ഫോമിൻ്റെ ഉള്ളിലത്തെ ഡാറ്റ സ്ട്രിങ്ങും അരയായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ URL എൻകോഡ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ബാക്കി പോയിട്ട് ഇവിടെ നമുക്ക് 2 വഴിയിൽ എഴുതാൻ പറ്റും. ഒന്ന് നമുക്ക് ഇതിനുള്ളിൽ എഴുതാം, അല്ലെങ്കിൽ റോ ആയിട്ട് എഴുതാം. ഫസ്റ്റ് നമുക്ക് ഈ വഴിയിൽ എഴുതാം. അപ്പോൾ നമുക്ക് കീയുണ്ട് വാല്യൂ പേരുണ്ട്. അപ്പോൾ കീ എന്ന് വെച്ചാൽ നമ്മുടെ സാധാ ആട്രിബ്യൂട്ട്, നമ്മൾ സാധാരണ ഫോമിൻ്റെ ഉള്ളിൽ നെയിം ആട്രിബ്യൂട്ട് കൊടുക്കണില്ലേ, അത് സെയിം ആട്രിബ്യൂട്ടാണ്. നമുക്കിവിടെ വേണമെങ്കിൽ യൂസറിൻ്റെ നെയിമും കൊടുക്കാം, ഡീബഗ് എന്ന് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ അടുത്തതും കൊടുക്കാം, പക്ഷെ അത് നമുക്ക് ആവശ്യമില്ല. ഇത് നമുക്ക് ജസ്റ്റ് ഇവിടെ ഈ പ്രൊഫൈൽ മാറ്റിയിട്ട് യൂസർ ആക്കാം, ഗെറ്റ് മാറ്റിയിട്ട് പോസ്റ്റ് ആക്കുക. കാരണം നമ്മൾ സെർവറിലേക്കാണ് കൊടുക്കുന്നത്, അപ്പോൾ എപ്പോഴും പോസ്റ്റ് ആക്കണം. എന്നിട്ട് നമ്മൾ ബാക്കി വന്നതിന് ശേഷം ഇവിടെ ഈ യൂസറിൻ്റെ ഇവിടെ ഗെറ്റ് മാറ്റിയിട്ട് ഇവിടെയും പോസ്റ്റ് ആക്കണം. അപ്പോൾ ഇത് നമുക്ക് ആദ്യം റെസ്പോൺസ് ആയിട്ട് സെൻഡ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ JSONന്റെ ഇവിടെ റിക്വസ്റ്റ് ഡോട്ട് ബോഡിയിലാണ് ആ റെസ്പോൺസ് ഉള്ളത്. ഈ ബോഡി ഒരു ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ അത് നിങ്ങൾ കഴിഞ്ഞ ട്യൂട്ടോറിയൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് നമ്മളിവിടെ ഡോട്ട് ഇട്ടിട്ട് ആ സെയിം നെയിമിനെ ഇവിടെ വിളിക്കും. ഇതിപ്പോൾ സേവ് ചെയ്ത ബാക്കി പോയതിനു ശേഷം ഇവിടെ നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും ഡീബഗ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ വാല്യൂ കിട്ടുന്നത്. ഇപ്പോൾ അതിന്റെ കീയും കൂടി കാണണമെങ്കിൽ ജസ്റ്റ് ഈ നെയിം മാറ്റിയിട്ട് റിക്വസ്റ്റ് ഡോട്ട് ബോഡി മാത്രമായിട്ട് സെൻഡ് ചെയ്താൽ മതി. ഇതിപ്പോൾ സേവ് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ നെയിം ഡീബഗ് എന്ന് പറഞ്ഞിട്ട് JSON ഫോർമാറ്റിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇത് റോ ആയിട്ട് കൊടുക്കണമെങ്കിൽ അതും പറ്റും. അപ്പോൾ ജസ്റ്റ് ഈ സെയിം സാധനം തന്നെ കോപ്പി ചെയ്യാം. നമുക്ക് ഈ റോയിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇവിടെ കൊടുക്കാം. നമുക്ക് ഇവിടെ ടെക്സ്റ്റ് മാറ്റിയിട്ട് JSON ആക്കാം. അപ്പോൾ പിന്നെ ഹൈലൈറ്റ് ചെയ്ത് തരും. നമുക്കിവിടെ കോമ ഇട്ടിട്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ID കൊടുക്കാം, 3 കൊടുക്കാം. ഇതിപ്പോൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നെയിമും ഐഡിയും കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമ്മളെ റെസ്പോൺസ് ആണ് ഇവിടെ വരുന്നത്. അടിയിൽ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഡാറ്റയാണ്. റോലും കൊടുക്കാം, ഫോം URL എൻകോഡിന്റെ ഉള്ളിലും കൊടുക്കാം. ഈ ഫോം ഡാറ്റ ഞാൻ പറഞ്ഞ പോലെ ഇമേജും കാര്യങ്ങളും വരുമ്പോഴാണ്, മീഡിയ ടൈപ്പ് ഐറ്റംസ് വരുമ്പോഴാണ് ഫോം ഡാറ്റ യൂസ് ചെയ്യുക. ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് ഫോം ഡാറ്റ എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് തന്നെ ഉണ്ട്. അത് നമ്മൾ ഫ്യൂച്ചറിൽ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ബേസിക് ആയിട്ടുള്ള ഗെറ്റും പോസ്റ്റ് പഠിച്ചു. അതിൽ നമ്മൾ ഡാറ്റ ബോഡിയിൽ കൂടെ പാസ് ചെയ്യാനും പഠിച്ചു. ഇവിടെ നമ്മൾ റിക്വസ്റ്റ് ഡോട്ട് ബോഡി ഉപയോഗിച്ചിട്ട് റിട്രീവ് ചെയ്യാനും പഠിച്ചു. ഇനി നമുക്ക് 2 കാര്യങ്ങൾ നോക്കണം. ഒന്ന് ക്വയറി പാരാമീറ്ററും, ഒന്ന് ID പാരാമീറ്റർ. ID പാരംസ് നിങ്ങൾക്ക് പാത്ത് പാരംസ് എന്നായിട്ടാണ് നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടുന്നത്. പക്ഷെ നമ്മൾ ID പോലെ അത് യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ അതിനെ ID പാരംസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ID പാരം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ റിയാക്റ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രെയിം വർക്കിൽ നമ്മൾ ID എങ്ങനെയാണ് പാസ് ചെയ്യണത്. നോർമലി നമ്മൾ ആ റൗട്ട് എഴുതും, ഏത് പേജിലേക്കാണ് പോകുന്നത് ആ റൗട്ട് എഴുതും, പിന്നെ സ്ലാഷ് ഇട്ടിട്ട് കോളൻ ഇടും. ഈ കോളത്തിനുള്ളിലാണ് നമ്മൾ ആ ID കൊടുക്കാറ്. അപ്പോൾ ഈ കേസിൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ID തന്നെ കൊടുക്കാം. ഇപ്പോൾ ഈ പേര് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് നെയിം എന്നോ ഏജ് എന്നോ അല്ലെങ്കിൽ യൂസർ നെയിം എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് തൽക്കാലം ID എന്ന് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ID നമുക്ക് ഫെച്ച് ചെയ്യണം. അതെങ്ങനെ നമ്മൾ ഫെച്ച് ചെയ്യും? ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ ഈ ബോഡിന്റെ ഉള്ളിലുള്ളത് ബോഡി വെച്ച് ഫെച്ച് ചെയ്തു. അപ്പോൾ ഇത് പാത്ത് പാരാമീറ്റർ ആണ്, അതായത് ID പാരാമീറ്റർ. അപ്പോൾ ഈ പാരാമീറ്റർ നമ്മൾ ഫെച്ച് ചെയ്യണമെങ്കിൽ പാരംസ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് ഉണ്ട്. ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫെച്ച് ചെയ്യുക.
എന്നിട്ട് നമ്മൾ ഡോട്ട് ഐ ഡി എന്ന് ഇടും. കാരണം നമ്മളിവിടെ ഐ ഡി ആണ് നമ്മൾ പേര് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നെയിം ആണെങ്കിൽ ഡോട്ട് നെയിം ഇടും. ഇതിപ്പോൾ സേവ് ചെയ്തതിനു ശേഷം നമ്മൾ ബാക്കി പോയിട്ട് ഇനി ഇവിടെ ഡയറക്റ്റ് സെൻഡ് കൊടുത്താൽ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് കിട്ടില്ല. നമുക്ക് എറർ ആണ് വരെ 404. കാരണം ഇപ്പൊ വെറും /user തന്നെ റൗട്ട് ഇല്ല. കാരണം ഇവിടെ /user ഉണ്ട്, പിന്നെ ഐ ഡി ഉണ്ട്. അപ്പൊ ഇതാണ് ഇപ്പൊ ഈ പുതിയ പാത്ത് ഉള്ളത്. അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾ ഇവിടെ സ്ലാഷ് ഇട്ടിട്ട് എന്തെങ്കിലും ഒരു പേര് കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ ഐഡിന്റെ ഇവിടെ 3 കൊടുക്കാം. ഇതിപ്പോൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 3 എന്ന് പറഞ്ഞാൽ ഡാറ്റയോട് കാണാൻ പറ്റും. കാരണം നമ്മളിവിടെ കൺസോൾ ചെയ്യുന്നത് ഈ 3 ആണ്. അതേപോലെ നിങ്ങൾ ഇവിടെ 5 കൊടുത്താൽ നമുക്ക് ഇവിടെ 5 കാണാൻ പറ്റും. അപ്പൊ ഇതിന്റെ നമുക്കൊരു റിയൽ ലൈഫ് സിനാരിയോ നോക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ ഈ ലിസ്റ്റ് ഓഫ് ഡാറ്റ നമ്മളിലുണ്ട്. അപ്പൊ ഈ ഡാറ്റയിൽ നമ്മളിപ്പോ /user ഡാറ്റ ആണ് ഡാറ്റ മൊത്തം. പക്ഷെ ആ യൂസറിന് ഇപ്പൊ എനിക്ക് ആ ഫുള്ള് ഡാറ്റ വേണ്ട, സെക്കൻഡ് ഐ ഡി മാത്രം മതി. അതായത് യൂസർ എന്ത് ഐ ഡി ആണ് ഇവിടെ കൊടുക്കുന്നത് ആ ഐ ഡി മാത്രം ഇതിനുള്ളിൽ നിന്ന് ഫെച്ച് ചെയ്താൽ മതി. അപ്പൊ ഈ കേസിലാണ് നമ്മൾ പഠിച്ച ഹൈ ഓർഡർ മെത്തേഡൊക്കെ വരാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റിൽ. അപ്പൊ അത് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിന്റെ അഡ്വാൻസ് ജാവാസ്ക്രിപ്റ്റ് എന്തായാലും പോയി കാണുക, എന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ആദ്യം നമ്മളെ ഈ ടൈപ്പ് നോക്കാം. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ഐ ഡി നമ്മളിവിടെ ടൈപ്പ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സേവ് ചെയ്തതിനു ശേഷം ഇവിടെ സെൻഡ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ടൈപ്പ് ഓഫ് സ്ട്രിങ് ആണ്. പക്ഷെ നമ്മൾ ഇവിടുത്തെ ടൈപ്പ് ഇന്റിജർ ആണ്. അപ്പൊ നമുക്ക് ആദ്യം ഇത് ഇന്റിജർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. കാരണം നമ്മൾ ഇവിടെ സ്ട്രിങ്ങിന്റെ ഉള്ളിലാണല്ലോ കൊടുക്കുന്നത്. അപ്പൊ ഐഡിയും നെയിം എന്ത് കൊടുത്താലും ഇത് സ്ട്രിങ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പൊ അതിന് വേണ്ടി ഞാനിവിടെ വന്നിട്ട് ഈ request.parameter.id എടുത്തിട്ട് ഞാനിവിടെ കോൺസ്റ്റ് യൂസർ ഐ ഡി എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ കൊടുക്കണം. അപ്പൊ ഇത് ഞാൻ പേസ്റ്റ് ചെയ്യാൻ കാട്ടി മുമ്പ് ഞാനിത് പാഴ്സ് ചെയ്യാൻ പോകണം. അപ്പൊ അതിനുവേണ്ടി ഞാനിവിടെ പാഴ്സ് ഇൻറ്റ് ഇവിടെ ഞാൻ request.params.id കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ഈ ടൈപ്പ് ഓഫ് യൂസർ ഐ ഡി എടുത്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ബാക്കി പോയിട്ട് സെൻഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇവിടെ നമ്പർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ പാഴ്സ് ഇൻറ്റ് തന്നെ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് പല വഴിയിൽ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ പിന്നെ ജാവാസ്ക്രിപ്റ്റ് അഡ്വാൻസ് കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പാഴ്സ് ഇൻറ്റ് തന്നെ നമുക്ക് ഇത് റിമൂവ് ചെയ്തിട്ട് ഇവിടെ ഈ സ്ട്രേറ്റ് സിമ്പിൾ കൊടുത്തതിന് ശേഷം 0 കൊടുക്കാം. ഈ വഴി നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് സേവ് ചെയ്തിട്ട് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്താൽ ഇപ്പോൾ നമുക്ക് നമ്പർ കിട്ടും. പിന്നെ ഇങ്ങനെ അല്ലാണ്ട് നമുക്ക് ഈ 0 ഡാഷ് റിമൂവ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് പ്ലസ് കൊടുക്കാൻ പറ്റും. ഇത് സേവ് ചെയ്തതിനു ശേഷം സെൻഡ് ചെയ്താൽ ഇപ്പോഴും നമുക്ക് നമ്പറാണ് കിട്ടുക. അങ്ങനെ പല വഴിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ജാവാസ്ക്രിപ്റ്റിൽ കുറെ വിയേർഡ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്കിത് മനസ്സിലാവുന്ന രീതിയിൽ എഴുതാൻ വേണ്ടി നമുക്ക് ഇവിടെ പാഴ്സ് ഇൻറ്റ് തന്നെ ഉപയോഗിക്കാം. കാരണം ഇപ്പോൾ നമ്മുടെ കോഡ് ഇപ്പോൾ വേറെ ഒരു പുതിയ ഡെവലപ്പർ നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇവിടെ പാഴ്സ് ഇൻറ്റ് എന്ന് എഴുതാം. അപ്പോൾ ഇതിനായി നമുക്ക് 2 റൗട്ട് ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ആദ്യം വെറും /user എന്നുള്ള റൗട്ട് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അതിൽ പോയാൽ ആ യൂസറിന് എല്ലാ ഡീറ്റെയിൽസും കിട്ടും. പക്ഷെ ആ യൂസർ ഇനി /user/id പോകുമ്പോഴോ ആ ടൈമിൽ ഏത് ഐ ഡി ആണ് ചൂസ് ചെയ്യുന്നത് അത് മാത്രം കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഇവിടെ ഇതിനുള്ളിൽ response.json ഉള്ളിൽ നമുക്ക് ഈ യൂസർ ഡാറ്റ മാത്രമായിട്ട് കൊടുക്കാം. അപ്പൊ അതിനുവേണ്ടി ഇത് മൊത്തം റിമൂവ് ചെയ്യാം. നമുക്ക് ഈ ടൈപ്പ് ഓഫ് റിമൂവ് ചെയ്യാം. ഇവിടെ നമുക്ക് യൂസർ മാത്രം കൊടുക്കാം. അപ്പൊ ഈ റൗട്ടിൽ പോയാൽ ഈ ഡാറ്റ മൊത്തം കിട്ടും. പക്ഷെ ഇനി ഐ ഡി ഉള്ള റൗട്ടിൽ പോയാലോ ആ ഏത് ഐ ഡി ആണ് ചോദിച്ചത് അത് മാത്രമാണ് കിട്ടാൻ പാടുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ആ യൂസർ ഡാറ്റ എടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മൾ സാധാരണ ചെയ്യണ പോലെ ഒരു മാപ്പ് മെത്തേഡ് എഴുതാം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഇവിടെ കോൺസ്റ്റ് ഫിൽറ്റേർഡ് യൂസർ ഡാറ്റ ഇസ് ഈക്വൽ ടു നമ്മുടെ യൂസർ ഡേറ്റ് എന്നാണ് ഞാൻ കൊടുത്തത്. സോറി, നമുക്ക് ഇവിടെ ഡാറ്റ ആക്കാൻ എല്ലാത്തിനും. ഇത് ഒറ്റയടിക്ക് എല്ലാതും മാറ്റാൻ വേണ്ടി ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഹൈലൈറ്റ് ചെയ്തതിനു ശേഷം കൺട്രോളും ഡി അമർത്തി കഴിഞ്ഞാൽ എല്ലാതും സെലക്ട് ചെയ്യും. അപ്പൊ എത്ര പ്രാവശ്യം ടാപ്പ് ചെയ്യുന്നു അത് അത്ര പ്രാവശ്യം സെലക്ട് ചെയ്യും. പക്ഷെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് 100 ഉണ്ട്. അപ്പൊ 100 പ്രാവശ്യം നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ കേസിൽ ജസ്റ്റ് ഇത് ഹൈലൈറ്റ് ചെയ്തിട്ട് കൺട്രോൾ F അമർത്താം. അപ്പൊ നമുക്ക് ഈ ഫൈൻഡ് എന്നുള്ള ഓപ്ഷൻ കിട്ടും. ഓൾട്ടും എൻറ്റർ അമർത്താം. അപ്പൊ അത് എല്ലാതും സെലക്ട് ചെയ്യും. അപ്പൊ ഇനി നിങ്ങൾക്ക് അത് ജസ്റ്റ് ഇതിന്റെ അവിടെ A കൊടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം യൂസർ ഡാറ്റ ആയിട്ട് എല്ലാതും മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മളതിൽ 3 ഉണ്ട്. ആ 3 യൂസർ ഡാറ്റ ആയിട്ട് മാറി. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഫിൽറ്റർ ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി നമ്മളിവിടെ ഡോട്ട് ഫിൽറ്റർ എന്നുള്ള മെത്തേഡ് ഉപയോഗിക്കും. ഇതിന്റെ ഉള്ളിൽ നമ്മൾ അതിന്റെ ഫസ്റ്റത്തെ വാല്യൂ എടുക്കും. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഒരു പാരാമീറ്ററാണ് എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഡാറ്റ മാത്രം കൊടുക്കാം. ഡാറ്റ ഇൻഡെക്സും ആയെന്ന് വെച്ചാൽ ഫോർമാറ്റ് ഇട്ട് ഡാറ്റ ഇൻഡെക്സ് എന്നും കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഏതാണ് വേണ്ടത് അത് മാത്രം ടൈപ്പ് ചെയ്താൽ മതി. പക്ഷെ ഒരിക്കലും നിങ്ങൾ ഫസ്റ്റ് ഇൻഡെക്സ് ഇടരുത്. കാരണം ഇതിന്റെ ഓർഡർ ഉണ്ട്. ഓർഡർ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഡാറ്റ ഇൻഡെക്സ് പിന്നെ അരേ. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ഓർഡർ വരുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് ഇൻഡെക്സ് ഇട്ടിട്ട് പിന്നെ ഡാറ്റ ഇടരുത്. അപ്പൊ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് തെറ്റും. പക്ഷെ ഈ പേര് എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള പേരും കൊടുക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ ഇൻഡെക്സ് ഓഫ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞൊരു പേര് കൊടുക്കാം. അരേന്റെ അവിടെ എന്തെങ്കിലും പേര് കൊടുക്കാം. പിന്നെ ഡാറ്റന്റെ അവിടെ എന്തെങ്കിലും പേര് കൊടുക്കാം. പക്ഷെ ഇതിന്റെ ഓർഡർ എപ്പോഴും സെയിം ആയിരിക്കും. നിങ്ങൾ പേര് എന്ത് കൊടുത്താലും അതിന്റെ ഓർഡർ സെയിം ആയിരിക്കും. പക്ഷെ നമ്മളെ കേസിൽ നമുക്ക് ഡാറ്റ മാത്രം മതി. അതുകൊണ്ട് നമുക്ക് മൊത്തം റിമോട്ട് ഡാറ്റ കൊടുക്കാം. നമ്മൾ ആരോ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് അതിന്റെ ഡാറ്റ ഡോട്ട് ഐ ഡി എടുക്കും. കാരണം ഈ ഡാറ്റ എന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിലുള്ള എല്ലാ എലിമെന്റ്സും ആണ്. ഈ കാണുന്ന എല്ലാ എലിമെന്റ്സും ആണ് ഈ ഡാറ്റ എന്ന് വെച്ചാൽ. അപ്പൊ നമ്മൾ ഡോട്ട് ഐ ഡി എന്ന് വെച്ചാൽ എല്ലാ ഡോട്ട് ഐ ഡി ആക്സസ് ചെയ്യും. നമ്മൾ ചെക്ക് ചെയ്യും ഈ ഡോട്ട് ഐ ഡി ഇസ് ഈക്വൽ ടു നമ്മളുടെ ഈ യൂസർ ഐ ഡി ആണോ, അതായത് ഈ യൂസർ ഐ ഡി അതാണോന്ന് ചെക്ക് ചെയ്യും. നമ്മളിവിടെ അതിനുവേണ്ടി യൂസർ ഐ ഡി എന്ന് ചെക്ക് ചെയ്യാം. അതാണെങ്കിൽ ആ ഡാറ്റ മാത്രമാണ് റിട്ടേൺ ചെയ്യുക. അപ്പൊ നിങ്ങൾ ഇതിന്റെ ജാവാസ്ക്രിപ്റ്റ് കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടെ നമ്മൾ ഒറ്റ ലൈൻ എഴുതുന്നത് ചുരുക്കി പറഞ്ഞാൽ നമ്മളിവിടെ ബ്രാക്കറ്റ് ഇട്ടിട്ട് റിട്ടേൺ എഴുതിയിട്ട് പിന്നെ ഇങ്ങനെ ചെയ്യുന്നതാണ്. അതായത് ഡാറ്റ ഡോട്ട് ഐ ഡി ഇസ് ഈക്വൽ ടു യൂസർ ഐ ഡി ആണെങ്കിൽ ആ ഡാറ്റ മൊത്തം റിട്ടേൺ ചെയ്യണം. അത് നമ്മൾ ആരോ ഫംഗ്ഷനിൽ നമുക്ക് ഒറ്റ ലൈനിൽ എഴുതാൻ ജസ്റ്റ്
ആ ഡാറ്റ മാത്രം കൊടുത്താൽ മതി, ആ റിട്ടേൺ സിൻടാക്സിന്റെ ആവശ്യമില്ല. അപ്പൊ അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അപ്പൊ ഇത് നമ്മൾ ഇനി ഫിൽറ്റർ യൂസർ ഡാറ്റ എടുത്തിട്ട് ഈ ടൈപ്പ് ഓഫും ഇത് റിമൂവ് ചെയ്തിട്ട് ഇതിനുള്ളിൽ കൊടുക്കും. ഇതിപ്പോൾ സേവ് ചെയ്തതിനു ശേഷം ബാക്കി പോയിട്ട് ഇപ്പൊ നമുക്ക് ആദ്യം ഫസ്റ്റത്തെ ഒരു എക്സാമ്പിൾ എടുക്കാം. അത് നമ്മൾ യൂസർ മാത്രം നോക്കണം. ഇപ്പൊ നമ്മൾ സെൻഡ് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ യൂസറും കിട്ടി. ഇനി നമുക്ക് ഇതിലത്തെ രണ്ടാമത്തെ ഐ ഡി മാത്രം മതി. അപ്പൊ അതിനുവേണ്ടി നമ്മൾ സ്ലാഷ് ഇടും, 2 ഇടും. ഇതിപ്പോ സെൻഡ് ചെയ്താലോ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഐ ഡി മാത്രം കിട്ടും. ഇനിയിപ്പോ ഫസ്റ്റത്തെ ഐ ഡി വേണമെങ്കിൽ വെച്ചാൽ ജസ്റ്റ് ഇവിടെ സ്ലാഷ് ഇടും, 1 ഇടും. അപ്പൊ നമുക്കിവിടെ ഫസ്റ്റത്തെ ഐ ഡി കിട്ടും. ഇനി മൂന്നാമത്തെ ഇട്ടുണ്ടെങ്കിൽ ജസ്റ്റ് 3 കൊടുക്കുക. അപ്പൊ നമുക്കിവിടെ സെൻഡ് ചെയ്താൽ മൂന്നാമത്തെ കിട്ടും. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഈ പാത്ത് പാരാമീറ്ററിന്റെ കോൺസെപ്റ്റ് വെച്ചിട്ട് ഓരോ ഐ ഡി വൈസ് നിങ്ങൾക്ക് ഡാറ്റ ഫിൽറ്റർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ഒരെണ്ണം കൊണ്ട് തീരുന്നില്ല, നിങ്ങൾക്ക് ഇവിടെ മൾട്ടിപ്പിൾ കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ പിന്നെയും സ്ലാഷ് ഇട്ടിട്ട് ഇവിടെ നമുക്ക് കോളൻ ഇട്ടിട്ട് നെയിം എന്ന് കൊടുക്കാം. അപ്പൊ ഇനി നമുക്ക് അതും ചെക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ കോൺസ്റ്റ് യൂസർ നെയിം ഇസ് ഈക്വൽ ടു റിക്വസ്റ്റ് ഡോട്ട് പാരൻസ് ഡോട്ട് നെയിം കൊടുക്കാം. എന്നിട്ട് അതിനുശേഷം നമുക്ക് ചെക്ക് ചെയ്യാം ഈ ഡാറ്റ ഡോട്ട് ഐ ഡി ഇസ് ഈക്വൽ ടു ഐഡിയും ആൻഡ് ഡാറ്റ ഡോട്ട് നെയിം ഇസ് ഈക്വൽ ടു യൂസർ നെയിം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കൊടുത്ത ഐഡിയും വേണം, പിന്നെ ആ യൂസർ നെയിമും വേണം, എന്നാൽ മാത്രമാണ് ഇത് റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പൊ അതിനുവേണ്ടി നമ്മളിപ്പോൾ ഇത് സേവ് ചെയ്തിട്ട് ബാക്കി പോയതിനു ശേഷം ഇവിടെ നമ്മൾ ID 3 കൊടുത്തു, സ്ലാഷ് ഇട്ടിട്ട് യൂസർ നെയിം സഞ്ജയ് കൊടുത്തു. ഇതിപ്പോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 3യും സഞ്ജയും കിട്ടി. പക്ഷെ ഇനി നമ്മളിവിടെ സഞ്ജയിന്റെ പകരം നമ്മളിവിടെ രാഹുൽ കൊടുക്കണം. രാഹുൽ കൊടുത്തു കഴിഞ്ഞാലോ നമുക്കിവിടെ ഒന്നും കിട്ടില്ല, കാരണം എംറ്റി ആണ് കിട്ടുക. കാരണം നമുക്ക് ID 3യും രാഹുലുള്ള ഡാറ്റ ഇല്ല. ഇനിയിപ്പോ അതിന്റെ പകരം നമ്മളിവിടെ വന്നിട്ട് ID 3യും പക്ഷെ അതിന്റെ പകരം നെയിം ഇവിടെ രാഹുൽ എന്നും കൊടുക്കാം. ഇനിയിപ്പോ ഇത് സേവ് ചെയ്തതിനു ശേഷം നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ID 3യും കിട്ടി, രാഹുലും കിട്ടി. പക്ഷെ നമ്മൾ ഇനി ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഈ യൂസർ നെയിം റിമൂവ് ചെയ്തിട്ട് വെറും യൂസർ ID മാത്രം കൊടുക്കണം. നമ്മളിത് മേലേക്ക് പോവാം, നമുക്ക് ഈ നെയിമും റിമൂവ് ചെയ്യാം. ഇത് സേവ് ചെയ്തതിനു ശേഷം സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 2 ഡാറ്റ കിട്ടി. സെൻഡ് ചെയ്യാൻ കഴിയുമ്പോൾ നമുക്ക് രാഹുൽ റിമൂവ് ചെയ്യണം, കാരണം നമ്മളവിടെ നെയിം റിമൂവ് ചെയ്തു. ഇനി സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 2 ഡാറ്റ കിട്ടി. കാരണം ഫിൽറ്റർ മെത്തേഡ് ഫിൽറ്റർ ചെയ്തിട്ട് ആ ഡാറ്റാസ് മൊത്തം കൊടുക്കുക, ഒന്നല്ല കൊടുക്കുക. അപ്പൊ നിങ്ങൾ അതുകൊണ്ട് ഫിൽറ്ററും ഫൈൻഡും തമ്മിൽ കൺഫ്യൂസ് ആവരുത്. കാരണം ഫൈൻഡ് എന്ന് വെച്ചാൽ ഫസ്റ്റ് വരുന്ന ഓപ്ഷൻ ആണ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ ഈ ഫിൽറ്ററിന്റെ പകരം ഫൈൻഡ് കൊടുക്കുക. ഞാൻ സേവ് ചെയ്തിട്ട് ബാക്കി പോയിട്ട് സെൻഡ് അമർത്തി കഴിഞ്ഞാൽ ആ ഫസ്റ്റത്തെ ഒക്കറൻസ് ആണ് കൊടുക്കുക. പക്ഷെ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഫിൽറ്റർ ചെയ്തിട്ട് ആ ഡാറ്റ മൊത്തം കൊടുക്കും. അതായത് ഇപ്പോൾ എത്ര എണ്ണത്തിന് ആ ID സെയിം ഉണ്ടോ അത്രയും ആ ഡാറ്റ തിരിച്ച് റിട്ടേൺ ചെയ്യും. പക്ഷെ ഫൈൻഡ് എന്ന് വെച്ചാൽ ആ ഒബ്ജക്റ്റ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. പക്ഷെ ഈ ഫിൽറ്റർ ആ ഡാറ്റ മൊത്തം ഫിൽറ്റർ ചെയ്തിട്ട് ഒരു അരയാണ് റിട്ടേൺ ചെയ്യുന്നത്. ഇവിടെ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും ഒബ്ജക്റ്റ് ആണ് ഉള്ളത്, കാരണം അത് ഫൈൻഡ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട്. ഇനിയിപ്പോൾ നമ്മളിവിടെ ഫിൽറ്റർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇനി സെൻഡ് അമർത്തി കഴിഞ്ഞാലോ നിങ്ങൾക്ക് ഇവിടെ അരയിൽ കിട്ടും ആ 2 ഡാറ്റ. അപ്പൊ ഇത് ഞാൻ പ്രോപ്പർ ആയിട്ട് ജാവാസ്ക്രിപ്റ്റിന്റെ അഡ്വാൻസ് കോഴ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അത് പോയി കാണുക. പിന്നെ ഇതേപോലെ തന്നെ ക്വയറി പാരാമീറ്റർ ഉണ്ട്. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഇത് ഇതേപോലെ വെച്ചിട്ട് ജസ്റ്റ് അടിയിൽ വേറൊരു API ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഈ പോസ്റ്റിനുള്ളിൽ വന്നിട്ട് ഈ ID റിമൂവ് ചെയ്തതിനു ശേഷം നമ്മൾ നേരത്തെ ID പാരാമീറ്റർ കൊടുത്തത് സ്ലാഷ് ഇട്ടിട്ട് കോളൻ ഇട്ടിട്ട് പിന്നെ ആ പേരാണ് കൊടുത്തത്. പക്ഷെ നമ്മൾ ക്വയറി പാരാമീറ്റർ കൊടുക്കാനായി നമ്മൾ സ്ലാഷ് യൂസറിന്റെ അവിടെ ഒന്നും കൊടുക്കില്ല, നമ്മൾ നോർമലി തന്നെയാണ് ഇടാം, കാരണം നമുക്ക് വേറൊരു സാധനം വേണ്ട. അപ്പൊ ആ കേസിലാവുമ്പോൾ നമുക്ക് ഇത് മൊത്തം റിമൂവ് ചെയ്യാം. ഇത് നമുക്ക് ഈ യൂസറിൽ തന്നെ അത് ചെയ്യാൻ പറ്റും. കാരണം ക്വയറി പാരാമീറ്റർ എന്ന് വെച്ചാൽ അത് ഓപ്ഷനിലാണ്. അതിന് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ അത് വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഇടണ്ട, ആ ഒരു സാധനമാണ് ഈ ക്വയറി പാരാമീറ്റർ. പക്ഷേ ഈ സ്ലാഷ് യൂസർ ID എന്ന് വെച്ചാൽ ഇത് സ്ട്രിക്റ്റ് ആണ്. അതായത് ഈ ഇവിടെ സ്ലാഷ് യൂസറിന്റെ ID ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും പാസ് ചെയ്താലാണ് ഈ റൗട്ടിക്ക് ആക്സസ് കിട്ടുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അപ്പൊ അതിനൊരു എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടി ആദ്യം നമുക്ക് ക്വയറി പാരാമീറ്റർ റെസ്പോൺസ് ആയിട്ട് സെൻഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ക്വയറി പാരാമീറ്റർ ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ കോൺസ്റ്റ് ക്വയറി എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ സെറ്റ് ചെയ്യാം. ഇതിനുള്ള നമ്മൾ റിക്വസ്റ്റ് ഡോട്ട് ക്വയറി ഡോട്ട് പിന്നെ ആ കൊടുക്കുന്ന പേരായിരിക്കും അവിടെ വരാം. പക്ഷെ നമ്മൾ കേസ് നമ്മളൊന്നും കൊടുക്കണില്ല ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ റിക്വസ്റ്റ് ഡോട്ട് ക്വയറി എന്നുള്ള ഒബ്ജക്റ്റ് ഫുൾ ആയിട്ട് റെസ്പോൺസിൽ കൊടുക്കാം. നമുക്ക് ഈ ക്വയറി എടുത്തിട്ട് റെസ്പോൺസ് ഡോട്ട് JSON കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ബാക്കി പോയിട്ട് ഇവിടെ ജസ്റ്റ് സെൻഡ് അമർത്തി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒന്നും കിട്ടില്ല, എംപ്റ്റി ഒബ്ജക്റ്റ് ആണ് കിട്ടുക. പക്ഷേ ഇനി നമ്മൾ ഇവിടെ യൂസർ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. ഇനി നമ്മൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ID is equal to 2 കൊടുത്തു. അപ്പൊ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും ID 2 വരുന്നത്. അപ്പൊ നമുക്ക് 2 വഴിയിൽ എഴുതാം, നിങ്ങൾ ഇവിടെ എഴുതാം അല്ലെങ്കിൽ ഡയറക്റ്റ് മേലെ തന്നെ എഴുതാൻ പറ്റും. അപ്പൊ 2 വഴിയിൽ ഇത് എഴുതാം. അതാണ് ഇവിടെ പാരംസിൽ ക്വയറി പാരംസ് എന്നുള്ളത്. അപ്പൊ മേലെ എഴുതുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. അത് എഴുതില്ലെങ്കിൽ ഇതിനുള്ളിൽ എഴുതണമെന്ന് വെച്ചാൽ അത് മേലേക്ക് ഓട്ടോമാറ്റിക് വരും. പക്ഷെ എപ്പോഴും ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് എഴുതുന്നതാണ് നല്ലത്, കാരണം നമ്മൾ ഫ്രണ്ട് എൻഡിന് API വിളിക്കുമ്പോഴും നമ്മൾ ഈ ഒരു ഫോർമാറ്റാണ് യൂസ് ചെയ്യുക. അപ്പൊ ഇത് നിങ്ങൾ സെൻഡ് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ID 2 എന്ന് കാണാൻ പറ്റും, കാരണം നമ്മളെ ക്വയറി പാരാമീറ്റർ ഇത് ആക്സസ് ചെയ്തു. അപ്പൊ നമുക്ക് ഈ സെയിം ലോജിക് തന്നെ ക്വയറി പാരാമീറ്റർ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇത് മൊത്തം എടുത്തിട്ട് ഇതിനുള്ളിൽ പേസ്റ്റ് ചെയ്യാം. നമുക്ക് ഈ ഫിൽറ്റർ ഡാറ്റ ഇതിനുള്ളിലേക്ക് റെസ്പോൺസ് ആയിട്ട് കൊടുക്കാം. അപ്പൊ നമ്മളിവിടെ യൂസർ IDന്റെ പകരം നമ്മളിവിടെ നോക്കി കാണാൻ പറ്റും നമുക്കിവിടെ സ്ട്രിംഗ് ആണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ റിക്വസ്റ്റ് എടുത്തിട്ട് ഒരു പാർസ് ഇൻറ്റിനുള്ളിൽ കൊടുക്കാം. ഇൻറ്റ് മെത്തേഡിനുള്ളിൽ നമുക്ക് ഇത് കൊടുത്തിട്ട് സേവ് ചെയ്യാം. നമുക്ക് ഈ ക്വയറി എടുത്തിട്ട് ഈ യൂസർ IDന്റെ പകരം കൊടുക്കാം, കാരണം ക്വയറിയിലാണ് നമ്മളെ ID ഉള്ളത്. പക്ഷെ നമ്മളെ ID കേസിൽ ഈ ID ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മളിവിടെ ഡോട്ട്
ID എന്ന് കൊടുക്കാം. കാരണം നമ്മളെ ക്വയറി പാരാമീറ്റർ ആണല്ലോ അത്. ഇത് സേവ് ചെയ്യാം. ഇത് സേവ് ചെയ്തതിനു ശേഷം ഇനി നിങ്ങൾ ഈ സെൻഡ് അമർത്തി കഴിഞ്ഞാൽ ആ ഡാറ്റയാണ് കിട്ടാൻ പോകുന്നത്. അതേപോലെ 1 കൊടുത്തു കഴിഞ്ഞാൽ ആ 1 ആയിട്ട് കിട്ടും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ഐഡിയും 1 ആവണം, നെയിം ഡീബഗും ആണോ. അപ്പൊ ആ കേസിൽ ഇവിടെ നമ്മൾ കൊടുത്തതെന്ന് വെച്ചാൽ ഒന്നുകൂടി സ്ലാഷ് ഇട്ടിട്ടാണ് നമ്മൾ കൊടുത്തത്. പക്ഷെ ഈ കേസിൽ അങ്ങനെയല്ല. ഈ കേസിൽ നമ്മൾ കൊടുക്കാന്ന് വെച്ചാൽ ആൻഡ് തന്നെ ഒരു ഓപ്പറേറ്റർ വെച്ചിട്ടാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മളിവിടെ ആൻഡ് ഇടും. അതിനുശേഷം നമ്മളിവിടെ നെയിം ഇസ് ഈക്വൽ ടു ഡീബഗ് എന്ന് കൊടുക്കും. അപ്പൊ ഇവിടെ ഡബിൾ കോട്ട്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് റോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നമ്മളിവിടെ വന്നിട്ട് അതേപോലെ ഇത് കോപ്പി ചെയ്തിട്ട് നമുക്കിവിടെ യൂസർ നെയിം എന്ന് കൊടുക്കാം. നമുക്ക് ഈ ഐഡിന്റെ പകരം നെയിം എന്ന് കൊടുക്കാം. നമുക്കിവിടെ ചെക്ക് ചെയ്യാം. ID is equal to query and data dot name is equal to യൂസർ നെയിം. പിന്നീട് നമ്മളിവിടെ പാഴ്സിന്റെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് റിമൂവ് ചെയ്യാം. കാരണം നമ്മൾ സ്ട്രിംഗ് ആണ് ഓൾറെഡി. അപ്പൊ നമുക്ക് ഇന്റീജർ ആക്കേണ്ട ആവശ്യമില്ല. ഇത് സേവ് ചെയ്തതിനു ശേഷം നമ്മൾ ബാക്കി പോയിട്ട് ഇനി നമ്മളിവിടെ സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ID 1ഉം നെയിം ഡീബഗ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. അപ്പൊ ഇതിൽ കൂടെ നിങ്ങൾക്ക് പാത്ത് പാരാമീറ്ററും ക്വയറി പാരാമീറ്ററും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഇനിയിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ക്വയറി പാരാമീറ്റർ ആണല്ലോ കൊടുക്കുന്നത്. അപ്പൊ അത് ഓപ്ഷനിലാണല്ലോ. അപ്പൊ നമുക്കിവിടെ ഫോർ എക്സാമ്പിൾ നമ്മൾ ക്വയറി പാരാമീറ്റർ കൊടുക്കണില്ല. അത് കൊടുക്കണില്ലേ നമുക്കൊരു കണ്ടീഷൻ വേണ്ട. ഇവിടെ ഇപ്പൊ നമ്മൾ ബാക്കി പോയിട്ട് സെൻഡ് അമർത്തി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ആ സെയിം ID വരും. പക്ഷെ ഇനിയിപ്പോൾ നമ്മളിവിടെ ക്വയറി പാരാമീറ്റർ കൊടുക്കണില്ല. ഇതിപ്പോ റിമൂവ് ചെയ്തിട്ട് സെൻഡ് അമർത്തി കഴിഞ്ഞാൽ നമുക്കിവിടെ എംപ്റ്റി ആയാണ് കിട്ടുന്നത്. കാരണം ഇവിടെ ഈ 2 വാല്യൂ ഇല്ല. അപ്പൊ അതില്ലെങ്കിൽ നമുക്ക് ഒന്നും റിട്ടേൺ ചെയ്യില്ല. ഈ രണ്ട് ഐറ്റം ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ ഈ കേസിൽ നമുക്ക് ആ മൊത്തം ഡാറ്റ ഡിസ്പ്ലേ ചെയ്യണ്ടേ. അതെങ്ങനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യും? അപ്പൊ ഇത് നമുക്ക് പല വഴിയിൽ കൊടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഞാനൊരു ലോങ് മെത്തേഡാണ് കാണിച്ചു തരുന്നത്. അത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പക്ഷെ നമ്മൾ ശരിക്കും ചെയ്യുമ്പോൾ ശരിക്കുള്ള മെത്തേഡൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഈ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഈ ഐഡിയും ക്വയറിയും യൂസർ നെയിമും എടുക്കും. നമ്മളിതൊരു ഇഫ് കണ്ടീഷനുള്ളിൽ റാപ്പ് ചെയ്യും. ഇഫ് നമ്മൾ ബ്രാക്കറ്റ് ഇട്ട് ഇതിനുള്ളിലേക്ക് എഴുതാം. അപ്പൊ നമ്മൾ എന്താണ് കണ്ടീഷൻ ചെക്ക് ചെയ്യണം. അതായത് നമ്മളിവിടെ ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ക്വയറിയും ആൻഡ് നെയിം ഇതുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളിത് റിട്ടേൺ ചെയ്യുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഇവിടെ റിട്ടേൺ കൊടുക്കാം. അതില്ലെങ്കിൽ എൽസ് ആണെങ്കിൽ നമ്മളിവിടെ റിട്ടേൺ ഡാറ്റ കൊടുക്കുക. ഡാറ്റ മൊത്തമായിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യും. ഇതിപ്പോൾ സേവ് ചെയ്തതിനു ശേഷം നമ്മൾ ബാക്കി പോയിട്ട് ഇനി നമ്മൾ ഇത് സെൻഡ് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫുൾ ഡാറ്റ വരുന്നത് കാണാൻ പറ്റും. ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ID is equal to 2 ആൻഡ് നെയിം is equal to മീഡിയ ഇത് കൊടുത്തതിനു ശേഷം സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എറർ വരേണ്ട നെയിം ഇസ് നോട്ട് ഡിഫൈൻഡ്. അതായത് ഈ നെയിം അത് നെയിം അല്ല, യൂസർ നെയിം ആണ്. ഇതിപ്പോൾ സേവ് ചെയ്തതിനു ശേഷം ബാക്കി പോയിട്ട് സെൻഡ് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ഡാറ്റ മാത്രമായിട്ട് കിട്ടും. ഓപ്ഷനിലായിട്ടും ആ ഡാറ്റ നമുക്ക് ഫെച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനാണ് നമ്മൾ ക്വയറി പാരാമീറ്റർ യൂസ് ചെയ്യുന്നത്. പക്ഷെ ID എന്ന് വെച്ചാൽ അത് സ്ട്രിക്റ്റ് ആണ്. അപ്പൊ ഇത് കൊടുത്തേ പറ്റൂ. എന്നാലാണ് നമുക്ക് ഇതിനുള്ളിലുള്ള ഡാറ്റ മൊത്തം ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളൊരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ആണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ ഉള്ള ടോപ്പിക് ആയിരിക്കും. കാരണം നിങ്ങൾ ഇത് ഇങ്ങനത്തെ ഒരു സംഭവം നിങ്ങൾ ഫ്രണ്ട് എൻഡിൽ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ബാക്ക് എൻഡ് ഡെവലപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഫ്രണ്ട് ഡെവലപ്പർ ആണെങ്കിൽ ജസ്റ്റ് കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അധികം ബുദ്ധിമുട്ടില്ല. നിങ്ങളിപ്പോൾ റിയാക്ട് ഡെവലപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് കോൺസെപ്റ്റ് മനസ്സിലാവും. ഇപ്പോൾ ജസ്റ്റ് ID പാസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ക്വയറി പാരൻസ് പാസ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു 5-6 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഏകദേശം ID കിട്ടും. അപ്പൊ എന്താണ് ഇതിന്റെ വ്യത്യാസം എന്ന് വെച്ചാൽ ക്വയറി പാരാമീറ്റർ കൂടുതലും ഇതേപോലെ ഫിൽട്ടർ ചെയ്യാനാണ് യൂസ് ചെയ്യാറ്. പക്ഷേ ഈ ID പാരാമീറ്റർ എന്ന് വെച്ചാൽ ഒരു സെക്ഷൻ മൊത്തം ആക്സസ് ചെയ്യാനാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് എംപ്ലോയി സെക്ഷൻ ഉണ്ട്, സ്റ്റാഫ് സെക്ഷൻ ഉണ്ട്, കസ്റ്റമർ സെക്ഷൻ. അപ്പൊ അങ്ങനത്തെ ഓരോ റൗട്ട് നമ്മൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും പാത്ത് പാരാമീറ്റർ കൊടുക്കാറ്. അപ്പൊ ഇതുവരെ കണ്ട് ഇഷ്ടമെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഫീഡ്ബാക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.